ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ തന്നെ ചേട്ടനെ കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് കുറേ മുരിങ്ങാക്കോൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അത് ഒരു തോരനാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ 6:30 എണീറ്റു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് വന്നറിയാൻ ചേട്ടന് ചോറ് ഉണ്ടാവാനുള്ളതുകൊണ്ട് ഞാൻ എണീറ്റ് വന്ന് ഇവിടെ നമ്മളെ കനാലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കനാൽ നന്നായിട്ട് വറ്റാറായി കിടപ്പുണ്ട്. പിന്നെ കഞ്ഞിക്കുള്ള വെള്ളമെല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ മുരിങ്ങാക്കോൽ എടുക്കാൻ വേണ്ടി വന്നേട്ടോ. പിന്നെ ചന്ദ്രനൊന്നും പോയിട്ടില്ല, അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ നമ്മുടെ മുരിങ്ങാക്കോൽ ഇത് അത്യാവശ്യം മിറ്റിയിട്ടില്ല കേട്ടോ. ഞാനത് പറിക്കാൻ വേണ്ടി വന്നത് തോരൻ എന്തെങ്കിലും ഉണ്ടാക്കാം, കാരണം പച്ചക്കറിയൊന്നും ഇരിപ്പില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, ചേട്ടന് കൊടുത്തുവിടാനുള്ളതുകൊണ്ട് ഇത് എടുത്തതാണ്. പക്ഷേ കഴിച്ച സമയത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാംസമൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും തോരനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഒടിച്ചെടുക്കാൻ വേണ്ടി വന്നേണെന്ന് പറഞ്ഞു. പിന്നെ മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ പിന്നെ മുരിങ്ങ ഇലയിൽ കുറച്ച് ഇലയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുതിയ കായൊക്കെ വന്നുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഇല എടുക്കാത്തതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് കാണണം, പിന്നെ സപ്പോർട്ടും ചെയ്യണം. പിന്നെ ഇത് അങ്ങോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കനാലിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ മുരിങ്ങക്കമ്പ് എല്ലാം നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിന്ന് വെള്ളം വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം മൊത്തം വറ്റി നമുക്കിനി മുരിങ്ങക്കല്ലിനൊന്നും മുരിങ്ങ ചെടിക്കൊന്നും ഒഴിക്കാനുള്ള വെള്ളമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കിളിയൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഞാനതാണ് നോക്കുന്നത്. രാവിലെ നല്ല സൗണ്ടായിരുന്നു. രാവിലെ ആകുമ്പം ഇഷ്ടംപോലെ കിളിയൊക്കെ ഞാൻ കാണാത്ത കുറേ കിളികൾ വന്നിട്ടുണ്ട്. പിന്നെ 2 ദിവസം മുമ്പ് ഇവിടെ കിളി വന്ന് കൂടൊക്കെ വയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടുത്തെ വരയൊക്കെ ഇടിച്ച് കുഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് തോണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചമുളക് വേണം തോരന് വേണ്ടി. അപ്പം ഞാൻ അതും കുറച്ച് കറിവേപ്പിലയും പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിഞ്ചി മരത്തിൽ ഇഷ്ടംപോലെ പുളിഞ്ചിക്കൊക്കെ കാച്ചിപ്പോണ്ട്. കുറേയൊക്കെ അമ്മ എടുത്ത് നമ്മുടെ ഉണക്കി അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കി ഇട്ട് വെച്ചിട്ട് അങ്ങ് അനിയത്തിക്ക് അങ്ങ് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ എടുത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറിവേപ്പില ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. വന്ന സമയത്തേക്ക് ഇഷ്ടംപോലെ കാട് പിടിച്ചായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. ഇപ്പം അധികം ഇലയൊന്നുമില്ല. അതിൽ കുറേ എന്നിട്ട് ഇലയില്ല, നശിച്ചുപോയി, കറാന്നായി വന്നു പോയി. പിന്നെ മുന്നേ പിടികിട്ടിട്ടുണ്ട്, അങ്ങനെ എന്തോ സംഭവമില്ല, അതും പിടികിട്ടിട്ടുണ്ട്. പിന്നെ നല്ലത് നോക്കി ഞാൻ ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. പിന്നെ അത് താഴത്തെ ആൻറ്റീൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിയാണ് നമുക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ചെയ്യുകയും നല്ല സ്നേഹമൊക്കെയാണ്. അപ്പോൾ ആൻറ്റി ഞാനും കൂടെ പ്ലാന്റേഷനിലൊക്കെ പോയി നമ്മൾ വിറകൊക്കെ കൊണ്ടുപോകുന്നത്. നല്ല സ്നേഹമുള്ള ആൻറ്റിയാണ്. പിന്നെ മുരിങ്ങയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞെടുത്ത സമയത്ത് തികഞ്ഞില്ല. ഞാൻ അതൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അരിഞ്ഞ സമയത്ത് ഇത്തിരി കൂടെ വേണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അരി അടുപ്പത്ത് ഇടണമായിരുന്നു. അപ്പം ഈ അരി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുതിർന്ന് വരുമ്പം വേവ് കുറവായിരിക്കും. പിന്നെ ആ കാടിയൊക്കെ എല്ലാം അങ്ങ് പോവുകയും ചെയ്യും. അപ്പം കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഞാൻ അതങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് വെച്ച പച്ചക്കറിയല്ലേ, 2 ഉള്ളി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് പച്ചക്കറി അങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു 15 മിനിറ്റ് അത്ര മതി, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ. പയറൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ, സാമ്പാറിനൊക്കെ അരിഞ്ഞ് വയ്ക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ ഞെട്ടേക്കും. ഇപ്പം മെഴുക്ക് വരട്ടാനല്ലേ, അത് കുഴപ്പമില്ല. അതുകൊണ്ട് 15 മിനിറ്റ് മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ എൻ്റെ സൗണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇടയ്ക്ക് തൊണ്ട പിടിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഇതൊരിക്കലും മാറിയില്ല, റെഡി ആയിട്ടില്ല എൻ്റെ സൗണ്ടൊന്നും. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അവിടെ നിന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊരു മുന്നയൊക്കെ പിടിപെട്ടിട്ടുണ്ടെന്ന് മുന്നയൊക്കെ പിടിപെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല കാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മേടിക്കണം. പിന്നെ എനിക്ക് കിലോ അരിയുടെ വേവ് സത്യം പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അമ്മയാണെങ്കിൽ രാവിലെ എണീച്ച് ചോറൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് കിലോ അരിയുടെ വേവെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അരി നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ള് കഴുകി കൊടുക്കണം. എന്ന് വെച്ചാൽ ആ കാടി പോകുന്നവരെ നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ ആ ചോറിലും നമ്മുടെ ആ വെള്ളത്തിലും സ്മെല്ലായിരിക്കും. പക്ഷേ വെള്ളം ഞങ്ങൾ ചെടിക്ക് ഒഴിക്കാനാണ് എടുക്കുന്നത്. നമ്മുടെ റോസയ്ക്ക് അങ്ങനെയുള്ളതൊക്കെ ഒഴിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഇവിടെ എല്ലാം ചൂടാക്കിയ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് തടിയായിട്ട് കിടക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞില്ല, മിറ്റിയ വെണ്ടയ്ക്കയാണ്. അപ്പോൾ ചേട്ടൻ കഴിച്ച സമയത്ത് ഉണ്ടായിരുന്നു, കുറച്ച് മിറ്റിയതായിരുന്നു, വെന്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം മിറ്റിയത് മാത്രമേ ഉള്ളൂ, അതാണ് ഇങ്ങനെ വേവാതിരുന്നത്. അപ്പം ഞാനത് അരിഞ്ഞിങ്ങോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഓംലേറ്റ് അടിക്കണം, ഒരു ഓംലേറ്റും പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുകും, പിന്നെ ഒരു നമ്മുടെ മുരിങ്ങക്ക തോരനും, പിന്നെ മോര്
ഉണ്ട് കേട്ടോ, കറിയില്ല, മോരും ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ ചേട്ടനെ കൊണ്ടുപോകാനുള്ള ആഹാരത്തിൻ്റെ. പിന്നെ ഞാൻ മുട്ടയ്ക്ക് വേണ്ടിയാണ് ആ സവാള അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുരിങ്ങക്കോല് കഴുകി ഒന്ന് വെള്ളം തോരാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തോരത്തിന് വേണ്ടി തേങ്ങ ഞാൻ ചിരകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുറിയിൽ അരമുറി തിരുവേൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പോൾ അത് മതി, നമുക്ക് തോരൻ വയ്ക്കാൻ അത് മതി. പിന്നെ ഇന്ന് കുറച്ച് മുട്ടയ്ക്കും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ ചുരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ജീരകവും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഉപ്പ് പിന്നെ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ഉപ്പിട്ട് വേവാൻ വേണ്ടി മാറ്റി വയ്ക്കും. പിന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും മതി, തേങ്ങ ഇത്രയും മതി. പിന്നെ പച്ചമുളകും ചേർത്തെടുക്കുന്നുണ്ട്. ഇത് മറ്റേ വെള്ളമുളകാണ്. ഇതിവിടെ ഞാനത് പറിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയിൽ അടിക്കണ സമയത്ത് മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ടല്ല, നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ്, റൈറ്റിലോട്ടല്ല, ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചതച്ചാണ് എടുക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു. കാരണം ഇത് ചെറിയ ജാറും കൂടെ ആയതുകൊണ്ട് നല്ല സ്പീഡ്, നല്ല അതിൻ്റെ ബ്ലേഡിനൊക്കെ നല്ല മൂർച്ച ഉള്ളതുകൊണ്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ഓവറായിട്ട് അങ്ങ് അരഞ്ഞു. അപ്പം നമുക്ക് കുറച്ചൊന്ന് ഇത് കറക്കിയൊന്ന് എടുത്താൽ മതി. എന്ന് വെച്ചാൽ അതൊന്ന് നമ്മുടെ ഇത് പൊടിച്ചെടുത്താൽ മതി, എന്തോ പറയില്ല, അതങ്ങ് ചെയ്തെടുത്താൽ മതി. പിന്നെ 2-3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് നല്ല ടൈറ്റാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ടാക്കാൻ നല്ല ടൈറ്റാണ്. ഇപ്പുറത്തെ വശത്താണെങ്കിൽ നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ അതിന് ഞാൻ എടുത്ത സമയത്ത് ഭയങ്കരമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തോർത്തൊക്കെ വെച്ചാണ് തുണി എന്തെങ്കിലും വെച്ച് ഇങ്ങനെ അടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. പിന്നെ ഇത്ര രീതിയിലാണ് കേട്ടോ തേങ്ങ അരച്ചെടുക്കുന്നത്. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ്, അത് നമ്മുടെ ഓംലേറ്റിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തത്. പിന്നെ അവിടെ വാഷ് ബേസിലൊക്കെ കരി ആയിട്ടുണ്ട് കേട്ടോ. അത് കഞ്ഞിക്കലം കഴുകാൻ നേരത്തെ കരി ആയതാണ്. അതിനിപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറിപ്പോയിക്കോളും. പിന്നെ മുട്ടയും കറിവേപ്പിലയും ഇത് ഇത്ര എടുക്കുന്നുള്ളൂ മുട്ടയ്ക്ക് വേണ്ടി, വേറെ ഒന്നും എടുക്കുന്നില്ല. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലെയൊക്കെ മുട്ട വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർ കാണുമല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ അല്ലാതെ നമ്മുടെ സാധാ രീതിയിലുള്ള ഓംലേറ്റ് അടിക്കും. തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ചട്ടിയൊക്കെ എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഴുക്കിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ അമ്മ ഉണ്ടാക്കുന്നത് നല്ല മൂപ്പിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും, ആ ഒരു രീതിയിലാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഓവറായിട്ട് ഇളക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് എന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടി വെച്ചാൽ മതി. ആവിയിലിരുന്ന് അങ്ങ് വെന്തോളും. അല്ലാതെ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ കലക്കി കൊടുക്കുമ്പോൾ അതിലുള്ള ആ കൊഴുപ്പില്ലേ, അത് ഫുള്ളും ഇങ്ങനെ ആയി ഭയങ്കരമായിട്ട് ഒരുമാതിരിയിരിക്കും. അപ്പോൾ ഇതങ്ങ് അടച്ചു വെച്ച് ആവി കയറി വെന്ത് വരുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇളക്കി കൊടുത്താൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നാടൻ മുട്ടയാണ്. താഴത്തെ വീട്ടിൽ ആൻറ്റിൻ്റെ അടുത്ത കോഴിയിരുന്ന് നമുക്ക് അവൻ്റെ ഇരുന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോഴത്തെ കോഴിയിരുന്ന മുട്ടയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ വാച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നാടൻ മുട്ടയ്ക്ക് അത്യാവശ്യം ചെറിയ കട്ടി കാണും നമ്മൾ എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന്. പിന്നെ നമ്മളുണ്ട് ഇത് ആവിയിലിരുന്ന് വെന്താണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അധികമായിട്ട് കൊഴുപ്പ് വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കിണ്ടിക്കുമ്പോൾ ആ കൊഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അടച്ചു വെച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അതെടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, കുറച്ച് വെള്ളം ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കില്ല. ഇത് നമ്മുടെ മുരിങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ഒന്നും പിടിക്കുമല്ലോ. ഇത് വെള്ളമൊന്നും ഞാൻ കളയുന്നില്ല, കാരണം അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷമാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. വെറുതെ അതിൻ്റെ സ്വത്തെല്ലാം നമ്മൾ ഊറ്റി കളയേണ്ട ആവശ്യമില്ല, അതിനൊന്ന് വറ്റിയെടുത്തുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തത്. അപ്പോൾ മുരിങ്ങയൊക്കെ അത്യാവശ്യത്തിന് വെന്ത് പറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മോര് അങ്ങോട്ട് മാറ്റി ചേട്ടൻ്റെ കുപ്പിയിലോട്ട് ഒഴിച്ച് വയ്ക്കാം. ഞാൻ കുറച്ച് മോര് ഒഴിച്ചുള്ളായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ എടുത്ത് വയ്ക്കണം നോക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ നമ്മുടെ മോര് എടുത്ത് നോക്കിയിട്ട് ബാക്കി മോര് എവിടെയെന്ന് വെച്ചാൽ അവനത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഒഴിക്കുക, കൂട്ടുകാരൊക്കെ കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് കേട്ടോ അമ്മ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഉണക്കിയ പുളിഞ്ചിക്ക അച്ചാർ. അപ്പോൾ അത് അമ്മ ഗ്രേവി ആയിട്ടല്ല ഉണ്ടാക്കിയത്, സാധാ നമ്മുടെ ഒരു പെരട്ടി എടുക്കും കണക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇഷ്ടം. അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ നന്നായിട്ട് ആഹാരം കഴിക്കും. അപ്പം ഞാൻ ഓംലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയൊന്നും അധികം കഴിക്കത്തൊന്നുമില്ല. ഉണ്ടാക്കി കൊടുത്താലും ചിലപ്പോൾ ആർക്കെങ്കിലും കൊടുക്കും. അപ്പോൾ ആർക്ക് കൊടുത്താലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കഴിക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ കൊടുത്ത സമയത്ത് മുട്ട കഴിക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ കറികളൊന്നുമില്ല. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം തേങ്ങ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തേങ്ങ പൊട്ടിച്ചാലേ ഉള്ളൂന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. പിന്നെ
ആ മുട്ട ഞാൻ തിരിച്ചിട്ട സമയത്ത് നമ്മുടെ ഈ താണ്ടിയിലായതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ചട്ടകം എടുത്ത് നേരെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരാൾ പച്ചവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ, അനത്തിയ വെള്ളമൊന്നും കുടിക്കത്തില്ല. എത്ര അനത്തി കൊടുത്താലും പിറ്റേന്ന് ലേസം അനത്തിയിട്ട് പിറ്റേന്ന് വെച്ചാലും കൊടുത്താലും പറയും വേണ്ട, എനിക്ക് കറക്റ്റ് പച്ചവെള്ളം തന്നെ വേണമെന്ന് പറയും. തണുത്ത വെള്ളമൊക്കെ കുടിക്കത്തുള്ളൂ, അനത്തി വെള്ളമൊന്നും കുടിക്കത്തില്ല. പിന്നെ ചേട്ടനെ അത് ഞാൻ എടുത്തുകൊണ്ട് ചേട്ടൻ്റെ കൊണ്ടുവന്ന് നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന പാത്രം പൊതിഞ്ഞ് വെച്ചിരുന്ന കവറാണ്, അപ്പോൾ അതൊന്ന് കഴുകി എടുക്കണമായിരുന്നു. പിന്നെ ഉണ്ട് മോര് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ, അപ്പോൾ പറഞ്ഞ് ഇത്തുകൂടെ മോര് വേണമെന്ന്, അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്ടി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തോരൻ വയ്ക്കാനാണ്. തോരൻ ഓൾറെഡി ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്, ഊറ്റിയില്ല അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 7:30 ആയി കേട്ടോ ഞാൻ ഈ ജോലിയൊക്കെ തീർത്ത്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ജോലിയെല്ലാം തീർന്നായിരുന്നു. പിന്നെ ചോറും കൂടെ വെന്ത് കിട്ടിയാൽ മതിയായിരുന്നു. അതൊരു 9 മണിയൊക്കെ ആവാറായപ്പം അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വേറെ ഒന്നുമില്ല ഇതിൽ, വേറെ ഒന്നും അനാവശ്യമായിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇത്രയും മതി. ചക്കക്കുരു ഇട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു, പക്ഷെ ചക്കക്കുരു ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ഇട്ടതാണ്. ചക്കക്കുരു ആണെന്നെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുരിങ്ങക്കോലൊക്കെ തോരൻ ഉണ്ടാക്കി തിന്നേണ്ടത് ഞാൻ കാണും, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് മുരിങ്ങക്കോല തോരൻ വയ്ക്കുന്നത്. ഇവിടെ അമ്മ മുരിങ്ങക്കോലൊക്കെ തോരൻ വയ്ക്കുമ്പോൾ സവാളയൊക്കെ ചേർക്കും, ഞങ്ങൾ സവാളയും ചേർക്കത്തില്ല. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചക്കക്കുരു തോരനായിരുന്നാലും അമ്മ സവാളയൊക്കെ ചേർക്കും. നമ്മൾ ചക്കക്കുരു മാത്രം ഇട്ടാണ് തോരൻ വയ്ക്കുന്നത്. അതൊരു വേറൊരു ടേസ്റ്റും ഇത് വേറൊരു ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ ഇവിടെ എന്തോ സൗണ്ട് കേട്ടോ, ഏതോ ഒരു കിളിയുടെ സൗണ്ട് കേട്ടോ പോയിട്ടോ, ഞാൻ അതാണ് അങ്ങോട്ട് നോക്കണത്. പിന്നെ നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു എടി ചോറ് മുമ്പേ കൂട്ടി മാറ്റി വെച്ചേക്ക്, അതൊന്ന് തണുത്തിട്ട് കറികളെല്ലാം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒന്ന് ആവിയൊക്കെ പോട്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് നേരം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ആവിയൊക്കെ അങ്ങ് പോയി. പിന്നെ ഞാൻ ആ കറിയെല്ലാം എടുത്ത് അങ്ങ് വെച്ച് കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു അത് ആവിയൊക്കെ പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ആവുന്നു. പിന്നെ നമ്മളിതിൽ നമ്മുടെ അച്ചാറും മെഴുക്കും മുട്ടയും മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ തോരൻ നമ്മുടെ വേറെ പാത്രത്തിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ മുരിങ്ങക്കോലത്തി വലുതല്ലേ, എന്തെങ്കിലും ഇതിലിരിക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അത് ഞാൻ കറക്റ്റ് ആ സൈസിൽ തന്നെ മുറിച്ചെന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആ പാത്രത്തിൽ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്പൂൺ എടുക്കാതെയാണ് അതൊന്ന് തട്ടി കൊടുക്കേണ്ടി ചെയ്തത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒരു സ്പൂൺ വെച്ച് ഞാൻ അതൊന്ന് നേരെയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി ഉണ്ടല്ലോ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അത്യാവശ്യം വരണ്ട് വന്നിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്നത് റെഡി ആയിട്ടില്ല. അമ്മ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ്, എന്ന് വെച്ചാൽ നല്ല അത് മൊത്തം മൂത്ത് വരും. പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, ഞാൻ എൻ്റെ രീതിയിലൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ഓംലേറ്റ് ചെയ്തതും കൂടെ ഒന്നിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റായിട്ട് നിർദ്ദേശങ്ങൾ അറിയിക്കുക. മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ മുരിങ്ങക്കോല് കറക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.